പേഴ്സണൽ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ദയവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും പറ്റിക്കപ്പെടും. പകൽ കൊള്ള എന്ന് എനിക്ക് തോന്നിയ ഒരു അനുഭവം എനിക്ക് ഷെയർ ചെയ്തേ പറ്റൂ. ഈ അടുത്ത് ഒരു ലേഡി എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് ഈ ലോണ് വേണോ എന്ന് ദിവസം വിളിച്ച് വെറുപ്പിക്കുന്ന, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാത്തിനും ലോൺ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ഫൈനാൻസിങ് കമ്പനി ഇതേപോലെ ഈ സ്ത്രീയെ ഇങ്ങനെ വിളിച്ചിട്ട് അവർക്ക് ഒരു അത്യാവശ്യം കുറച്ച് പൈസ വേണ്ടിയിരുന്നു. അപ്പോൾ അവർ ഇവരുടെ അടുത്ത്, ഈ കമ്പനിയുടെ അടുത്ത് ഒരു പേഴ്സണൽ ലോണിന് അവർ അപ്ലൈ ചെയ്തു. 3 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ അവർക്ക് വേണ്ടിയിരുന്നത്. ഞാൻ അവരുടെ കണക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് 3,28,000 രൂപയാണ് അവർ ലോൺ എമൗണ്ട് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. കിട്ടിയത് 3 ലക്ഷമാണ്. ഈ 28,000 എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഏകദേശം 12,000 രൂപ പ്രോസസ്സിംഗ് ഫീസാണെന്ന് പറഞ്ഞു. ബാക്കി 16,000 രൂപയ്ക്ക് ഈ സ്ത്രീ പോലും അറിയാതെ അവർ ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസാണ് അവരുടെ പേരിൽ എടുത്തു കൊടുത്തിരിക്കുന്നത്. 28% പലിശ, അതും 5 വർഷത്തെ കാലാവധി. ഈ സ്ത്രീ 10,000 രൂപ വെച്ച് 4 മാസം തിരിച്ചടച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം അവരുടെ ലോൺ എമൗണ്ട് ബാലൻസ് കാണുന്നത് 3,20,000 രൂപ. ആകെ കിട്ടിയ ലോണ് 3 ലക്ഷം. ഇവര് നല്ല സിബിൽ സ്കോർ ഉള്ള ഒരു ലേഡിയും കൂടിയാണ്. ഇതിനെക്കുറിച്ച് എന്താ ഇപ്പം പറയണ്ടത്? ഇത് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത ആളുകളെ ചൂഷണം ചെയ്യാണ് ഇങ്ങനെയുള്ള കമ്പനീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത്യാവശ്യമാണെങ്കിൽ തന്നെ പേഴ്സണൽ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ദയവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും പറ്റിക്കപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒരു ഫൈനാൻസിങ് കമ്പനിയിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്ത ഒരാളാണെങ്കിൽ കണക്കുകൾ ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം, ഇങ്ങനെ ഒരു ട്രാപ്പിൽ വീണിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം.